പുലിവാല് പിടിച്ച് രാഹുൽ ഈശ്വർ. ചാനൽ ചർച്ചകളിൽ വേറിട്ട നിലപാടുകളിലൂടെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് രാഹുൽ. ദിലീപിനെതിരായ കേസിൽ ദിലീപിനെ അന്ധമായി അനുകൂലിച്ചാണ് ചർച്ചകളിൽ രാഹുൽ പ്രത്യക്ഷപ്പെട്ടത്. സിദ്ദിഖിനെതിരായ ലൈംഗിക പീഡന ആരോപണങ്ങളിലും രാഹുൽ പ്രതീക്ഷ തെറ്റിച്ചില്ല. സിദ്ദിഖിന് അനുകൂലമായ നിലപാടാണ് രാഹുൽ ഈശ്വർ സ്വീകരിച്ചത്. ഇപ്പോഴിതാ മറ്റൊരു സംഭവത്തിൽ പുലിവാല് പിടിച്ചിരിക്കുകയാണ് രാഹുൽ. നടി ഹണി റോസ് വ്യവസായി ബോബി ചെമ്മണ്ണൂറിനെതിരെ നൽകിയ പരാതിയിൽ തുടക്കം മുതൽ തന്നെ ബോബി ചെമ്മണ്ണൂരിനെ അനുകൂലിച്ചാണ് രാഹുൽ സംസാരിച്ചത്. എന്ന് മാത്രമല്ല, നടി ഹണി റോസിന്റെ വസ്ത്രധാരണ രീതിയാണ് എല്ലാ കുഴപ്പങ്ങൾക്കും കാരണമെന്ന മട്ടിലുള്ള പ്രതികരണമാണ് രാഹുൽ ഈശ്വറിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഇതിനെതിരെ ഹണി റോസ് രംഗത്തു വന്നു. തുടർന്നും രാഹുൽ തന്റെ നിലപാടുമായി മുന്നോട്ടു പോയി. പിന്നാലെയാണ് താരം രാഹുലിനെതിരെ പരാതി നൽകിയത്. ചാനലുകളിൽ തുടർച്ചയായി ഹണി റോസിനെതിരെ സംസാരിച്ചതോടെ പ്രതികരണവുമായി താരമെത്തിയിരുന്നു. താനും കുടുംബവും കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്നും അതിന് പ്രധാന കാരണക്കാരൻ രാഹുൽ ഈശ്വർ ആണെന്നും ഹണി റോസ് സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിൽ പറഞ്ഞിരുന്നു. തന്റെ പരാതിയുടെ ഗൗരവം ചോർത്തിക്കളയാനും ജനങ്ങളുടെ പൊതുബോധം തനിക്കെതിരെ തിരിക്കാനുമായി രാഹുൽ ഈശ്വർ സൈബർ ഇടത്തിൽ ആസൂത്രണം കുറ്റകൃത്യം നടത്തുകയാണെന്നും ഹണി റോസ് ആരോപിച്ചിരുന്നു. മാത്രമല്ല, അദ്ദേഹത്തിനെതിരെ നിയമ നടപടി കൈക്കൊള്ളുമെന്നും ഹണി റോസ് സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നു. ഇങ്ങനെയായിരുന്നു ഹണി റോസിന്റെ കുറിപ്പ്. തുടർച്ചയായി മാധ്യമങ്ങളിലൂടെ എനിക്കെതിരെ വരുന്ന, എന്റെ തൊഴിലിന് നേരെ വരുന്ന ഭീഷണികൾ, അശ്ലീല ദ്വയാർത്ഥ അപമാനക്കുറിപ്പുകൾ തുടങ്ങിയ എല്ലാ സൈബർ ബുള്ളിയിങ്ങിനും പ്രധാന കാരണക്കാരൻ താങ്കളാണ്. കോടതിയിലിരിക്കുന്ന കേസിലെ പരാതിക്കാരിയായ എന്നെ കടുത്ത മാനസിക വ്യഥയിലേക്ക് തള്ളിയിടുകയും ആത്മഹത്യയിലേക്ക് തള്ളിയിടാൻ ശ്രമിക്കുകയും ചെയ്യുന്ന പ്രവൃത്തികളാണ് രാഹുൽ ഈശ്വറിന്റെ ഭാഗത്തു നിന്ന് തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എനിക്കെതിരെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലും ആക്രമിക്കുമെന്നും അപായപ്പെടുത്തുമെന്നുമുള്ള ഭീഷണികളുടെ രീതിയിലും തൊഴിൽ നിഷേധ രീതിയിലും നേരിട്ടും സമൂഹമാധ്യമം വഴിയും വരുന്ന വെല്ലുവിളികൾ നടത്തിയ രാഹുൽ ഈശ്വറിനെതിരെ ഞാൻ നിയമ നടപടി കൈക്കൊള്ളുന്നു. ഇങ്ങനെയാണ് ഹണി റോസ് പങ്കുവച്ച കുറിപ്പിൽ പറയുന്നത്. തുടർന്ന് രാഹുൽ ഈശ്വറിനെതിരെയും നിയമ നടപടികളുമായി ഹണി റോസ് മുന്നോട്ടു പോയി. പിന്നാലെ തൃശൂർ സ്വദേശിയും രാഹുൽ ഈശ്വറിനെതിരെ പരാതി നൽകി. ചാനൽ ചർച്ചകളിൽ ഹണി റോസിനെതിരെ രാഹുൽ ഈശ്വർ മോശം പരാമർശം നടത്തിയെന്നാണ് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയിൽ പറയുന്നത്. കഴിഞ്ഞ ദിവസം സെൻട്രൽ സ്റ്റേഷനിൽ നേരിട്ടെത്തിയാണ് ഹണി റോസ് രാഹുലിനെതിരെ പരാതി നൽകിയത്. അതിനിടെ ഹണി റോസിന്റെ പരാതിയിൽ രാഹുൽ ഈശ്വർ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചു. ഹൈക്കോടതിയിലാണ് ജാമ്യാപേക്ഷ നൽകിയത്. പരാതിയിൽ കേസെടുത്ത് അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുള്ളതിനാലാണ് രാഹുലിന്റെ മുൻകൂർ ജാമ്യ നീക്കം. ബോബി ചെമ്മണ്ണൂറിനെതിരായ കേസിൽ വീണ്ടും മൊഴിയെടുക്കാൻ സ്റ്റേഷനിലേക്ക് വിളിച്ചപ്പോഴായിരുന്നു രാഹുലിനെതിരെ കൂടി നടി പരാതി നൽകിയത്. അതിനിടെ സമൂഹമാധ്യമങ്ങളിൽ നടിക്കെതിരെ അശ്ലീല കമ്പനിട്ട കൂടുതൽ പേർക്കെതിരെ നടപടി ഉണ്ടായേക്കുമെന്നാണ് വിവരം. കേസിൽ കാക്കനാട് ജില്ലാ ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി ചൊവ്വാഴ്ച പരിഗണിക്കുകയും ചെയ്യും. പ്രോസിക്യൂഷൻ ജാമ്യത്തെ എതിർക്കും. അന്വേഷണത്തിൽ ലഭ്യമായ വിവരങ്ങൾ കൂടി ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ പ്രോസിക്യൂഷൻ ഹാജരാക്കും. നേരത്തെ എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ബോബി പ്രഥമദൃഷ്ട്യാ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് വ്യക്തമാക്കി ജാമ്യാപേക്ഷ തള്ളി 14 ദിവസത്തെ റിമാൻഡിൽ വിട്ടിരുന്നു. വെള്ളിയാഴ്ച ഹൈക്കോടതി ജാമ്യാപേക്ഷ പരിഗണിച്ചെങ്കിലും അടിയന്തര സാഹചര്യമൊന്നും ഇല്ലെന്ന് വ്യക്തമാക്കി ചൊവ്വാഴ്ച പരിഗണിക്കാൻ മാറ്റി. വ്യാഴാഴ്ച രാത്രി മുതൽ ബോബി ചെമ്മണ്ണൂർ കാക്കനാട് ജയിലിലാണ്.